ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നാണ് നമ്മുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ കേട്ടോ. അപ്പോൾ രാവിലെ വീട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാൻ. പരിപാടി എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ കുറച്ച് ജോലിയുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അവളുടെ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ സിറ്റൗട്ടിൽ വന്നിരുന്ന്. എനിക്ക് എന്താണെന്നറിയത്തില്ല, വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലെ ആയാലും എപ്പോഴാണെങ്കിലും ആഹാരം കഴിക്കാനാണെങ്കിലും എനിക്ക് വന്നിട്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണ് എനിക്ക് തൃപ്തിയാകത്തുള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ നേരെ നമുക്ക് അടുക്കളയിലോട്ട് കയറാം. ഇനി ചോറ് വയ്ക്കാനുണ്ട്, പിന്നെ മീൻ കറി വയ്ക്കാനുണ്ട്. മീൻ ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വരുന്നതിന് തലേന്ന് അച്ഛൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കറി വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ രാത്രിയിൽ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് കല്യാണ വീട്ടിലോട്ട് അങ്ങ് പോവും. അപ്പോൾ രാത്രി അച്ഛൻ വരുമ്പോഴത്തേന് നമ്മളിങ്ങ് വരത്തില്ല. അപ്പോൾ അച്ഛൻ വരുമ്പോഴെന്തെങ്കിലും കഴിക്കണ്ടേ, ചോറോ എന്തെങ്കിലും കഴിക്കണ്ടേ പണിയും കഴിഞ്ഞ് വരുമ്പം. അപ്പോൾ അതുകൊണ്ട് ചോറും മീൻകറിയും വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനീ കിടന്ന് കറങ്ങുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. താഴെ തറയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ തെന്നും, ആ മാതിരിയുള്ള ടൈൽസാണ്. അപ്പോൾ അതൊന്ന് തുടച്ച് കളഞ്ഞതാണ് ആ കിടന്ന് കറങ്ങിയ കറക്കം. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, നമുക്ക് ചോറും മീൻകറിയും വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ രാവിലെ കാപ്പി കുടിച്ചത് കഴുകാനുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്തൊന്ന് ചൂടാക്കി വെക്കും കേട്ടോ. അപ്പോഴത്തേനും നീലൂട്ടനെ കുളിപ്പിച്ച് ചേട്ടായി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ചൂടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം വെച്ചു, ചോറ് വെച്ചു. ഞാൻ അത് ലാഗടിപ്പിക്കുന്നില്ല കേട്ടോ, അതൊക്കെ പെട്ടെന്ന് ചെയ്തു. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മീൻ കറി വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വരുമ്പോൾ സ്ഥിരമായിട്ട് മീൻ കറി വയ്ക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. ഇവിടെ അമ്മയും മീൻ കറി വയ്ക്കുന്ന ഈ പാത്രത്തിലാണ്. അതുകൊണ്ട് ഞാനിനി മാറ്റാനായിട്ട് നിൽക്കുന്നില്ല. ഇപ്പം ഈ മൺചട്ടിയിലാണ് അമ്മ മീൻ കറി വയ്ക്കുന്നത്. അപ്പോൾ അതിലായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. മുളക് കറിയാണ് വയ്ക്കുന്നത് കേട്ടോ, പെട്ടെന്ന് വയ്ക്കുക. തേങ്ങ വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ അതിനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മുളക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് അടുക്കള ഒതുക്കി വെച്ചിട്ട് വേണം നമുക്കിനി കുളിക്കാനായിട്ട് പോകാൻ. കുളിക്കണം, റെഡി ആവണം, അങ്ങോട്ട് പോകണം. അപ്പോൾ മീൻ കറിവേപ്പില ഞാൻ ഇവിടുന്ന് എടുത്തതാട്ടോ. ഇവിടെ വരുമ്പം അമ്മയുടെ കറിവേപ്പ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് കറിവേപ്പില എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നീലൂട്ടൻ രാവിലെ ദോശ കഴിച്ചു. പിന്നെ ഒരു മുട്ട കൊടുക്കാമെന്ന് വിചാരിച്ചു, മുട്ട ബുൾസ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയും റെഡി ആക്കുന്നുണ്ട്. അപ്പുറത്ത് മീൻ പെറുക്കി ഇടുന്നുണ്ട്. അപ്പം മീൻ കറി അവിടെ ഇരുന്നാവട്ടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ സിറ്റൗട്ടിലോട്ട് വീണ്ടും വന്നിരുന്നു. എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വെയിൽ വന്നിട്ടുണ്ട്, മഴക്കോളുണ്ട്. അങ്ങറ്റത്ത് നിങ്ങൾക്ക് കാണാം ഒരു നീല കളർ, ആകാശത്തിൻ്റെ നീല കളറ്. അവിടെ മഴക്കോളുണ്ട്, പക്ഷെ നമ്മുടെ ഇവിടെ വെയിലും ഉണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ റെഡിയായിട്ട് രേഖയുടെ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ചേട്ടായി ആണെങ്കിൽ അവിടെ വന്നപ്പം പോസ്റ്റായിപ്പോയി. അവിടെ ചെയ്യാനും ഒന്നുമില്ല, റിസപ്ഷൻ ടൈം ആയില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടായി വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവനെയും കൂടെ കൊണ്ടുപോകാം, അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടങ്ങിയിരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം വീണിട്ട് പിന്നെ നെറ്റിയുടെ സൈഡിൽ, പുരികത്തിൻ്റെ സൈഡിലൊക്കെ ഇത്തിരി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവനെ കൊണ്ടുപോകാം ചേട്ടായി, പിന്നെ വരുമ്പം അവനെ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരുടെ ഇപ്പോൾ പോവും. അങ്ങനെ അവനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ചെന്നപാടെ പിന്നെ അവൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴൊക്കെ അവൻ വന്നത്. അപ്പോൾ അവർ രണ്ടുപേരുടെ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ. ബൈക്കിൽ പോവാൻ ഇതുപോലെ ഇഷ്ടമുള്ളൊരു പ്രാന്തൻ ചെറുക്കൻ വേറെ കാണത്തില്ല. അപ്പോൾ അവർ രണ്ടുപേരുടെ തിരിച്ച് പോവാ. ഇനി എനിക്ക് സമാധാനമായിട്ട് രേഖയുടെ അടുത്ത് പോയി നിൽക്കാം, എനിക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ അവർ പോയി. ഇനി രേഖയുടെ ഒരുക്കങ്ങൾ കാണാം. ഇനി കല്യാണ പെണ്ണ് ഒരുങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പേ കുറ്റിയും പറിച്ചിങ്ങ് വന്നിട്ടുണ്ട്. അപ്പം അവളെ ഒരുക്കുന്ന ചേച്ചി അവിടെ നിൽക്കുന്നത്, ചേച്ചിയുടെ കുഞ്ഞാട്ടോ, രണ്ടാമത്തെ കുഞ്ഞ്. അപ്പോൾ അവൾ ഇത്തിരി വാശിയിലായിരുന്നു.
വിശക്കുന്നതുകൊണ്ടാണെന്നോ ഉറക്കം വരുന്നതുകൊണ്ടാണെന്നോ എന്താണെന്നറിയത്തില്ല, ഭയങ്കര വാശിയിലായിരുന്നു. അപ്പം ചേച്ചി കുറേ നേരം ചേച്ചിയുടെ അമ്മ എടുത്തുകൊണ്ട് നിന്ന്, പിന്നെ അവൾ ഒട്ടും കേൾക്കാതായപ്പോഴത്തേനും പിന്നെ ചേച്ചി എടുത്തുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെ ഒരുങ്ങിയത് കേട്ടോ. ഈ ചേച്ചി ഇവളെ രേഖ ഒരുക്കുന്ന കണ്ടപ്പോഴത്തേനും ഞാൻ ആലോചിക്കും, ഇതൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടതല്ലേ, ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോൾ ഒരു ഓർമ്മയേ ഇല്ല കേട്ടോ. സത്യം 3 വർഷം കഴിഞ്ഞില്ലേ, എനിക്ക് ഒരു ഓർമ്മയില്ല എന്തൊക്കെയാണ് ചെയ്തിരുന്നത്. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടി വെച്ച് കല്യാണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്നില്ലേ രേഖ ചേച്ചിയുടെ കല്യാണം നമുക്ക് വ്ളോഗാക്കി ഇടാമെന്നും പറഞ്ഞിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളായിരുന്നു കേട്ടോ. കാരണം എനിക്കിങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണെങ്കിൽ സംസാരിച്ച് വരുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ സ്റ്റക്കായി പോവും. ഇനി എന്താ പറയണ്ടേ, പറഞ്ഞ് തീർന്നു കഴിയും, പിന്നെ ഒന്നും പറയാൻ കിട്ടത്തില്ല എനിക്ക്. ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല, പക്ഷേ എനിക്കങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അവളെ തകൃതിയായിട്ട് ഒരുക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കൂടെ ഇവൾ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവളുടെ മേക്കപ്പും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഇനി ഞാൻ കുറച്ച് വെറുപ്പിക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട്, ഈ വീഡിയോ എടുത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവളുടെ വീഡിയോ എടുത്തത് ലുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എന്താ പറയുക, വീഡിയോയിൽ ഒരു ഇതില്ല, അല്ലാതെ വെച്ചെടുത്തപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ വ്ളോഗ് എടുക്കുന്ന രീതിയിൽ വെച്ചെടുത്തപ്പോൾ കൊള്ളായിരുന്നു. അതിഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ പട്ടിഷയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ കണ്ണാടി ഫ്രണ്ടിൽ, എൻ്റെ ബാക്ക് ക്യാമറയ്ക്കൊക്കെ ചെറിയ മങ്ങലുണ്ട് കേട്ടോ, അത് പോയിരിക്കുക. എന്തുവാ? അപ്പോൾ അതാ ഫൈനൽ ലുക്കിലോട്ടായിട്ടുണ്ട് കേട്ടോ. പാവം ചേച്ചി ധൃതി പിടിച്ച് വെപ്രാളം പിടിച്ച് ചെയ്തതാട്ടോ. കുഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഷോളും കൂടി സെറ്റ് ചെയ്തു. പിന്നെ തലയിൽ പൂ വയ്ക്കാറുണ്ടായിരുന്നു, അതും കൂടി സെറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കായിട്ടുണ്ട്. അതെല്ലാം റെഡിയായി. അപ്പോൾ ഇനി പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞിട്ട് പോയി കേട്ടോ. അപ്പോൾ ഹരിയാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, ഓരോ പോസൊക്കെ പറഞ്ഞു കൊടുക്കുക എടുക്കാമെന്ന്. അവന് പോകാനുള്ള ധൃതി ഉള്ളത് കൊണ്ടായിരിക്കും അവൻ എടുത്തില്ലത്. ഒരൊറ്റ ഫോട്ടോ എടുത്തിട്ട് അവൻ പോയി. അപ്പോൾ ഇതാണ് രേഖക്കുട്ടിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അവിടെ ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നു. ഞാനങ്ങനെ അകത്ത് വന്നു. അപ്പോൾ അപ്പോഴത്തേനും അശ്വതി വന്നു കേട്ടോ. എന്തോ നീലൂട്ടൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വതി വന്നു, അവളുമായിട്ട് കുറേ നേരം കാര്യം പറയുകയായിരുന്നു. കുറേ നാൾ കൂടി ഇരുന്ന് കാണുമല്ലേ, അപ്പോൾ കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു, കുറേ പട്ടിഷയൊക്കെ ഇറക്കി. അപ്പോൾ ഇത് ഞാൻ റീൽസിന് വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ. എന്തെങ്കിലും റീൽസ് കോമഡി ആയിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് എടുത്ത വീഡിയോ, പക്ഷേ വൻ കോമഡി ആയിപ്പോയി, മൊത്തത്തിൽ വളുപ്പായിപ്പോയി. എന്തോ ചെയ്യേ. പിന്നെ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന്, രേഖ തിരക്കിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഈ റൂമിൽ വന്നു കേട്ടോ. റൂമിൽ വന്നിരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീലൂട്ടൻ ഭയങ്കര ഡാൻസ് കേട്ടോ. അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഭയങ്കര ഡാൻസ്. അപ്പോൾ പിള്ളേരൊക്കെ കളിക്കാനുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നീലൂട്ടന് 2-3 ദിവസം എന്താ പറയുക, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം നമ്മൾ പറയത്തില്ലേ, അതുപോലായിരുന്നു അവൻ്റെ ദിവസങ്ങളായിരുന്നു ഈ 3 ദിവസം. എൻജോയ്മെൻ്റ് ആയിരുന്നു ഫുള്ള്. ഓടുന്ന ഓട്ടം കണ്ടോ, ഇങ്ങനെ ഓടി വീണതാണ് ആ നെറ്റി മുറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേനും ചേട്ടായി അവിടെ ബിസിയായി കേട്ടോ. ചേട്ടായി ഫുഡ് വിളമ്പുന്നതിലോട്ടൊക്കെ അങ്ങ് പോയി. അപ്പോൾ പിന്നെ പോസ്റ്റായിട്ടിരിക്കണ്ടല്ലോ, പിന്നെ ആ ഒരു കാര്യത്തിലൂടെ ഭയങ്കര തിരക്കായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, ഞാനൊരു മൂലയ്ക്ക് പോയിരുന്നു. അച്ഛനും മോനും അവിടെ ഭയങ്കര ബിസിയായിരുന്നു. മോനവിടെ കളിക്കുന്ന ബിസി, അച്ഛനവിടെ ഫുഡ് വിളമ്പുന്ന ബിസിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെയും
ടാറ്റാ ബൈ ബൈ, സി യു.